എസ്.എഫ്.ഐക്കെതിരെ താൻ പ്രതികരിച്ചു എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് ഇടത് ചിന്തകനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിടം. തെറ്റ് ചെയ്തവർ ആരായാലും അത് എതിർക്കപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ് എന്നാണ് താൻ പറഞ്ഞത്. തന്റെ വാക്കുകളെ തെറ്റായി ചിലർ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞു. സാംസ്കാരിക രാഷ്ട്രീയ കേരളം ഒരുപോലെ കാതോർക്കുന്ന സുനിൽ പി ഇളയിടം നമ്മോടൊപ്പമുണ്ട്. പൂക്കോട് വിഷയത്തിൽ ഉൾപ്പെടെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങേക്കെതിരെ സംഘപരിവാർ രാഷ്ട്രീയം ഒത്തുതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് ഇതിൽ പറയാനുള്ളത്? അല്ല, സംഘപരിവാർ ആക്രമണം ഇപ്പോൾ ഒരു പുതിയ കാര്യമല്ല. പല കാലങ്ങളായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്, പല വിഷയങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ വിഷയത്തെ അതിനുള്ള ഒരു ആയുധമാക്കി അവർ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഇനിയും അഭിമുഖീകരിക്കേണ്ടി വരും. ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചില്ല എന്ന ഒരു ആക്ഷേപമായിട്ടാണ് അവർ ഉന്നയിച്ചു തുടങ്ങിയത്. അതിൽ വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഏത് സമയത്ത് എപ്പോഴാണ് ഒരാൾ പ്രതികരിക്കേണ്ടത്? പിന്നെ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു പ്രതികരണം ആവശ്യപ്പെടുന്ന മട്ടിൽ എന്തെങ്കിലും പ്രത്യേകമായൊരു കാര്യമുണ്ടെന്ന് തോന്നിയില്ല. കാരണം ഇതിൽ എസ്.എഫ്.ഐ ആയാലും പ്രധാനപ്പെട്ട ആളുകളായാലും എല്ലാവരും തന്നെ ഇതിനകം തന്നെ തങ്ങളുടെ പ്രതികരണം അറിയിച്ചു കഴിഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊരു ചില മാധ്യമങ്ങൾ നൽകിയ വാർത്ത എസ്.എഫ്.ഐക്കെതിരെ സുനിൽ പി ഇളയിടം പ്രതികരിച്ചു എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ വസ്തുത. ഈ തെറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ ആരായാലും ഏത് സംഘടനയായാലും തെറ്റാണെങ്കിൽ തെറ്റ് തന്നെ എന്ന് പറയണം എന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച് അങ്ങയുടെ വാക്കുകളെ വളച്ചൊടിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. എസ്.എഫ്.ഐക്കെതിരെ സുനിൽ പി ഇളയിടം സംസാരിച്ചു എന്നൊരു അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇല്ല, എസ്.എഫ്.ഐക്കെതിരെ അല്ലല്ലോ. ഞാൻ ആ രണ്ട് ഇൻ്റർവ്യൂവിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എസ്.എഫ്.ഐ അല്ല, മറിച്ച് എസ്.എഫ്.ഐയുടെ പേരിൽ നടക്കുന്ന ചില ആളുകൾ ഇതിൽ ഉത്തരവാദികളായിട്ടുണ്ട്. പക്ഷേ നിശ്ചയമായിട്ടും എസ്.എഫ്.ഐ അതിനെ പരിശോധിക്കാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എസ്.എഫ്.ഐയുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്നവരാണല്ലോ നമ്മളെല്ലാവരും തന്നെ, ഞങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് അത് എസ്.എഫ്.ഐക്കെതിരായൊരു വിമർശനമല്ല. എസ്.എഫ്.ഐക്ക് പക്ഷേ അതിൽ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ കാണുന്നുണ്ട്. എന്നാലും ഇനി വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ വർഗീയമായ വിഷയത്തിൽ അങ്ങയുടെ നിലപാടുകൾ ശക്തമായി തന്നെ തുടരുമല്ലോ? ഉറപ്പായിട്ടും. അതിലൊന്നും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് പിന്നെ നമ്മുടെ ഒരു ക്യാമ്പസിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു നീക്കം ഉണ്ടായി. അതിനോട് എൻ്റെ പ്രതികരണം പറയുന്നു എന്നേ ഉള്ളൂ. എന്നാലും തെറ്റായ രാഷ്ട്രീയ പ്രവണതകളെ അല്ലെങ്കിൽ തെറ്റായ രീതികളെ തീർച്ചയായിട്ടും ഇനിയും തുടർന്നും വിമർശനത്തോടു തന്നെ കാണും എന്നാണ് സുനിൽ പി ഇളയിടം നമ്മോട് പങ്കുവച്ചത്. ഏതായാലും ഇത്തരം രാഷ്ട്രീയ വിമർശനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. കൂടുതൽ കലാലയങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനുള്ള പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ നടത്തട്ടെ എന്ന് മാത്രം പറയും. പാലക്കാട് നിന്നും ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം ഇർഫാൻ ഇബ്രാഹിം സെറ്റ്, കൈരളി ന്യൂസ്.